കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി ഗ്രാജുവേറ്റ് ഉള്ള ഒരു പയ്യനെ മധ്യനിരയിലേക്ക് കഴിച്ചു വിടുന്നു എന്ന് കേട്ടപ്പോൾ ഇവൻ ഇത്രയും കിടിലമായിരിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകർ പോലും വിചാരിച്ചിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിപ്പിടിപ്പിച്ച മൈതാന മധ്യത്ത് പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന സാക്ഷാൽ അഡ്രിയാൻ ലൂണയെ പോലും കണക്കുകളിൽ കടത്തിവെട്ടാൻ ഇവന് കഴിയുമോ എന്ന് അറിയാൻ ഇനി കേവലം 3 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇക്കാലം ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാലും ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരം എന്നുള്ള റെക്കോർഡ് ഇപ്പോഴും അഡ്രിയാൻ ലൂണയുടെ പേരിൽ തന്നെയാണ്. 6 അസിസ്റ്റുകളായിരുന്നു അഡ്രിയാൻ ലൂണ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി നൽകിയത്. കേവലം ഈ ഒരു സീസൺ വളരെ മോശം സീസണാണ്, വളരെ കുറച്ച് മത്സരങ്ങളുള്ള ഒരു സീസണാണ്. ഈ ഒരു സീസണിൽ നിന്ന് തന്നെ ഇതുവരെ 5 അസിസ്റ്റുകൾ സ്വന്തം പേരിൽ കുറിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ മധ്യനിര താരമായിട്ടുള്ള എബിൻദാസ് യേശുദാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അസിസ്റ്റും കൂടി അവന് ഈ ഒരു ടൂർണമെൻറ്റിൽ നൽകാൻ കഴിഞ്ഞാൽ സാക്ഷാൽ അഡ്രിയാൻ ലൂണയ്ക്കൊപ്പം എത്താൻ കഴിയും. ഒന്നുകൂടെ പിന്നെയും നൽകാൻ കഴിഞ്ഞാൽ ലൂണയെയും മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്ത താരം എന്നുള്ള അപൂർവ റെക്കോർഡിന് ഉടമയാവാൻ ഈ മലയാളി താരത്തിന് കഴിയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിലെന്നല്ല പറയേണ്ടത്, കേരളത്തിൻ്റെ കാൽപന്തിൻ്റെ മണമുള്ള മണ്ണിൽ പ്രതിഭാധാരാളിത്തത്തിന് യാതൊരു കുറവുമില്ല. ഇവിടെ പ്രതിഭകൾക്ക് ദാരിദ്ര്യമില്ല. അവരെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. എബിൻദാസ് യേശുദാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവികാല പതാകവാഹകനായി മാറും.